പാർലമെന്റ് മാർച്ചിലെ സംഘർഷത്തിൽ വിപുലമായ അന്വേഷണത്തിന് ദില്ലി പോലീസ് ഒരുങ്ങുന്നു. അന്വേഷണത്തിനായി 20 സംഘങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സമരക്കാർക്കെതിരെ 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സമരത്തിന് പെപ്പർ സ്പ്രേ ഉൾപ്പെടെ കൊണ്ടുവരാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനം നൽകിയിരുന്നുവെന്ന നിഗമനത്തിൽ വാട്സ്ആപ്പ് ചാറ്റുകളും സമൂഹമാധ്യമ പോസ്റ്റുകളും പരിശോധിക്കാനും നീക്കമുണ്ട്. അതിനിടെ CJP പ്രവർത്തകരുമായി സമവായ ചർച്ചയ്ക്കുള്ള നീക്കം സജീവമാക്കുന്നുണ്ട് സർക്കാർ. JP നദ്ദ ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്തിയേക്കും. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ 2 കാര്യങ്ങൾ: ഒന്ന് പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അന്വേഷണം, മറ്റൊന്ന് സമരക്കാരുമായിട്ടുള്ള ചർച്ച. എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർലമെന്റ് മാർച്ചിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായി. അതിൽ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംശയത്തിലാണ് ദില്ലി പോലീസ് ഉള്ളത്. അതുകൊണ്ടാണ് വിപുലമായ അന്വേഷണത്തിന് 20 സംഘങ്ങളെ പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. സമരക്കാർക്കെതിരെ പാർലമെന്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട്, മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 10 കേസുകളാണ്, FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാട്സ്ആപ്പ് ചാറ്റുകളും സമൂഹമാധ്യമ അക്കൌണ്ടുകളും പോസ്റ്റുകളും പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ദില്ലി പോലീസ് എടുത്തിരിക്കുന്നത്. ഈ ദില്ലി കേന്ദ്രീകരിച്ചുള്ള കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ എങ്ങനെയാണ് സമരത്തിലേക്ക് പോകേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് എത്തിക്കേണ്ടത്, പെപ്പർ സ്പ്രേ അടക്കം കൊണ്ടുപോകണം എന്നതടക്കം നിർദ്ദേശങ്ങളായി നൽകിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എന്ന സംശയവും നിഗമനവും ദില്ലി പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും രൂപത്തിൽ പോലീസ് പിടിച്ചാൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നതടക്കം കൃത്യമായ പദ്ധതികൾ ഈ സമരക്കാർക്ക് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ കൂടിയുള്ള തീരുമാനം. പല തലത്തിലുള്ള അന്വേഷണമായിരിക്കും. അതിന് 20 സംഘങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒരു വശത്താകട്ടെ CJPയുടെ സമരത്തിൽ സമവായ ചർച്ചകൾക്ക് നീക്കം സജീവമാക്കുകയാണ്. JP നദ്ദ ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്തിയേക്കും എന്ന വാർത്ത പുറത്തുവരികയാണ്. ചർച്ച എവിടെ വേണം എന്നതിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. നേരത്തെ CJP ഇന്നലെ JP നദ്ദയുടെ വസതിയിലേക്ക് വക്താക്കളെ വിളിച്ചിരുന്നതാണ്. പക്ഷേ തൽക്കാലം എത്താനാകില്ല. വസതിയിലെ ചർച്ച ഇനി വേണ്ട, ജന്തർ മന്ദറിനടുത്തുള്ള മറ്റേതെങ്കിലും നിഷ്പക്ഷ വേദിയിലോ ചർച്ചയാകാം എന്നുള്ളതായിരുന്നു CJPയുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ നേതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ വേദി ഉടൻ തീരുമാനിച്ചാൽ ചർച്ചയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് മറ്റൊരു ചർച്ച നടത്തിയിരുന്നതാണ് പാർലമെന്റ് മാർച്ചിന്റെ ദിവസം. പക്ഷേ ആ ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു ഉപാധിയുമില്ല എന്നുള്ളതാണ്. ആ ഉപാധി ഇല്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഒരു തരത്തിലുമുള്ള അനുനയത്തിനും വഴങ്ങില്ല എന്നാണ് CJP വ്യക്തമാക്കുന്നത്. ഷിഹാസ്, അതിലെന്തായാലും ഇനിയും ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഈ സമരക്കാരെ അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്താനോ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരും തിരിച്ചറിയുകയാണ്. അതും സമരത്തിന്റെ ഒരു വിജയമായി തന്നെ ഈ സമരക്കാർ, CJPയുടെ നേതാക്കൾ കാണുന്നുണ്ടാവും അല്ലേ? അതിൽ ഉറപ്പായും അങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലൊക്കെ സമരത്തിനോട് മുഖം തിരിച്ചു നിന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടർച്ചയായി ചർച്ച നടത്താൻ പാർലമെന്റ് മാർച്ചിൽ വലിയ തോതിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുനയ നീക്കം സജീവമാക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിശദമായി തന്നെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ജന്തർ മന്ദറിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്.